ഇപ്പൊ കമലദളം എന്ന് പറഞ്ഞ സിനിമയില് സുമുഹൂർത്തമായി സ്വസ്തി സ്വസ്തി എന്നുള്ള ഒരു പാട്ട് തിരുമേനി എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുമ്പോ ആ ഒരു പാട്ടിനെ കുറിച്ച് എഴുതിയൊരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓ പിന്നെ അതിന്റെ എഴുത്ത് ലിറിക്സ് എല്ലാം ഞാൻ എഴുതുന്നത് മറ്റേ ഇവിടെ മദ്രാസിലെ വേറെ ഏതോ YGP അവിടെ അതെ, ഞാൻ അവിടുന്ന് എഴുതുന്നത്. അത് എഴുതി കഴിഞ്ഞിട്ടാണ് പാട്ട് മ്യൂസിക് ചെയ്തത്. കുറച്ച് റിവേറ്റ് ചെയ്തു. പിന്നെ അതിന്റെ കഥയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നത് പിന്നെ ലോഹിതദാസാണ്. ലോഹിതദാസ് ഞാനും കൂടി, അദ്ദേഹം 49 പടം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 39 പടം ഞാൻ വർക്ക് ചെയ്തത് എന്റെ പാട്ടുകൾ. അത്ര ഞങ്ങൾ അടുപ്പായിരുന്നു. 39 പടം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അത്ര അടുപ്പാണ്. അതിൽ പെട്ട ഒരു പാട്ടാണിത്. അതില് ആ സീതയുടെ മനസ്സാണ്. സീതയ്ക്ക് ഒന്നും ശപിക്കാൻ പറ്റില്ല, പക്ഷെ മനസ്സിൽ ശാപമുണ്ട്. കാരണം ഏറ്റവും വേദനിപ്പിച്ചിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മക്കളെയും പിന്നെ ഇവരൊക്കെ എല്ലാവരെയും കാട്ടിൽ വിട്ടിട്ട് രാമനെ കാണാൻ വേണ്ടി വരികയാണ് അവര്. അപ്പോഴ് സീത കാണുന്നത് ഈ യാഗത്തിന്റെ അവിടെ ഒരു കാഞ്ചന സീതയെ, സ്വർണം കൊണ്ടുള്ള സീതയെ വെച്ചിട്ട് ഇയാളെ യാഗം മുഴിപ്പിക്കുകയാണ് സീതയ്ക്ക് പകരം. അത് കണ്ടപ്പോൾ സഹിക്കമേണ്ടായി. അപ്പോഴാണ് സീതയുടെ പറയുന്നത്, ഇല്ല എനിക്ക് പോകാറായി, സ്വസ്തി സുമുഹൂർത്തമായി, എനിക്ക് പോകാനായി, എല്ലാവരുടെയും യാത്ര പറയുന്നതാണ്. ആ യാത്ര പറയുമ്പോഴാണ് സീതയുടെ മനസ്സ് രാമായണത്തിന്റെ നേരെ രാമന്റെ ഭാഗത്തല്ല നമ്മൾ പറയുന്നത്, സീതയുടെ ഭാഗത്ത്. അതാണ് ആ പാട്ടിന്റെ പ്രത്യേകത. അത് നിങ്ങൾ ഇനി കേട്ട് നോക്കുമ്പോൾ അറിയാം. എന്നെ ഈ ഞാനായി ജ്വലിപ്പിച്ചുണർത്തിയ ഒരു അഗതിയെപ്പോലും അവിശ്വസിച്ചെങ്കിലും കോസൽ രാജകുമാര എന്നും ആ സങ്കല്പ പാദോത്മങ്ങളിൽ തലചായ്ച്ചു വെച്ചേ സീത ഉറങ്ങിയുള്ളൂ. അതാണ് വണ്ടർഫുൾ ആണ്. അതാണ് നീ എന്നെ തെറ്റിദ്ധരിച്ചു. കാരണം രണ്ട് അഗ്നിയാണ് സീതയുടെ. ഒന്ന് പിന്നെ വിവാഹത്തിന്റെ മുഹൂർത്തത്തിൽ അഗ്നിസാക്ഷിയാണ് കല്യാണം. ആ അഗ്നിയെ വെറുത്തു. പിന്നെ ഞാൻ സത്യത്തിന് വേണ്ടി അഗ്നി ചാടി, എന്നിട്ട് ജയിച്ചു. എന്നിട്ട് പോലും ആ അഗ്നിയെ വെറുത്തു. അത് രണ്ടിനെയും സമ്മതിക്കാതെ എനിക്ക് പകരം ഈ റാണിയുടെ സ്ഥാനത്ത് ഒരു സ്വർണ്ണ പ്രതിമ വെച്ചെങ്കിൽ എനിക്കിനി ബാക്കിയില്ല. അമ്മേ, സർവം സഹയായ അമ്മേ, ഭൂമിദേവിയുടെ മാതാവാണ്, ഭൂമിദേവിയാണ് ഈ സീതയുടെ അമ്മ. അമ്മേ, രത്നഗർഭയാം അമ്മേ, ഭൂമിയുടെ അടിയിൽ മുഴുവൻ രത്നാണെന്നാണ്. അപ്പോൾ ഈ ത്രേതായുഗത്തിലെ കണ്ണീർ മുത്തിനെ കൂടി നീ എടുത്തോ എന്ന് പറയാണ്. ത്രേതായുഗത്തിലെ കണ്ണീർ മുത്തിനാണ് ഇനി ഞാൻ തരുന്നത്, അത് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഭൂമി പടർന്നിട്ട് ചാടുകയാണ്. അതാണ് അവസാനത്തെ അതാണ് ആ പാട്ട്. ഇങ്ങനെ നിങ്ങൾ ആ പാട്ട് കേട്ട് നോക്കിയാൽ അതിൽ വേറൊരു വലിയൊരു കവിതയാണ്. മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു രാഗചൂടാമണി ചെങ്കോട്ടുറും വിലങ്ങെന്തിനു വെറുതെ പതിച്ചു വെച്ചു കോസല രാജകുമാര. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. തീർച്ചയായിട്ടും കേട്ടേ പറ്റൂ. അപ്പൊ വേറെ ആരും അല്ല, തിരുമേനിക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ കുട്ടികളെയൊക്കെ ഇത്രയും ഗ്രൂം ചെയ്ത് കൊണ്ടുവരുന്ന 2 പേരുണ്ട്. അതിൽ ഒരാളാണ് ഇപ്പൊ പാടാൻ വരുന്നത്, നമ്മുടെ സ്വന്തം രൂപേഷ് ഏട്ടൻ. രൂപേഷ് ഏട്ടൻ ഇതുവരെ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ടില്ല. ഇത്തവണ നമ്മൾ കൊണ്ടുവരാൻ പോവാണ്. ഗ്രൂമർ രൂപേഷ് ഏട്ടൻ കേട്ടിട്ടേ ഉള്ളൂ. സ്വന്തം ആളാണ് രൂപേഷ്. രൂപേഷ് ഏട്ടാ, അപ്പൊ രൂപേഷ്, ഞാൻ പറഞ്ഞ കഥ കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. ഇപ്പൊ തിരുമേനിയുടെ കൂടെ ഇപ്പൊ ഞങ്ങൾ ഒരുപാട് തവണ അതില് മറ്റേ ഇതുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ സാധനമില്ല, ആ മാർത്താണ്ഡ പൗരുഷം രാമശിലയായിട്ട് കറുത്തുപോ. ഈ കൽപ്പസമുദ്രത്തില് കൽപ്പാന്ത വാരിയില് എന്റെ ഭർത്താവേ രാമ, അങ്ങ് മാർത്താണ്ഡ തിളങ്ങി നിൽക്കുന്ന സൂര്യനാണ്. നീ ഈ സമുദ്രത്തിൽ വീണ സൂര്യനായി പോയോ, കറുത്തുപോയോ എന്ന് വരെ സീത പറയുന്നുണ്ട്. വളരെ ഇമോഷണലി വളരെ ഇമോഷണലി സമയം. ഞാൻ തന്ന മോതിരം അങ്ങ് ഈ അധികാരത്തിന്റെ മറ്റേ ദണ്ഡില് മുകളിൽ ഇങ്ങനെ വെറുതെ വെച്ചു. അതാണ് ഞാൻ തന്ന മുദ്രമോതിരമാണ്. ആ മുദ്രമോതിരം അങ്ങ് അലക്ഷ്യമായിട്ട് കണക്കാക്കി എന്നൊക്കെ സീത പറയാണ്. സീതയുടെ ഒരു സങ്കടം അങ്ങനെയാണല്ലേ പറയുള്ളൂല്ലോ. അത്രയും ഭർത്താവിനെ സ്നേഹിക്കുന്ന സീത ഇത്രയും പറഞ്ഞു എന്നുള്ളതാണ്. അതാണ് ആ പാട്ട്. കേട്ടോ, പാടി കേൾക്കാം. സുമുഹൂർത്തമായി
സ്വസ്തി സ്വസ്തി സ്വസ്തി. സൂര്യചന്ദ്രന്മാർക്കിരിപ്പിടമാകുമെൻ രാമസാമ്രാജ്യമേ, ദേവക്കളേ മാമുനിമാരേ, സ്നേഹതാരങ്ങളേ, സ്വപ്നങ്ങളേ, പൂക്കളേ, വിടയാകുമീ വേളയിൽ സ്വസ്തി സ്വസ്തി സ്വസ്തി. ത്രയംബകം വില്ലൊടിയും മംഗളദുന്ദുഭീനാദവുമായി മിഥിലാപുരിയിലെ മൺകിടാവിനു രാജകലയുടെ വാമാങ്കമേകിയ കോസല രാജകുമാര, സുമുഹൂർത്തമായി സ്വസ്തി സ്വസ്തി സ്വസ്തി. ആത്മനിവേദനമറിയാതെ എന്തിനെ മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു, ആത്മനിവേദനമറിയാതെ എന്തിനെ മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു. രാഗചുടാമണി ചെങ്കോൽ തുറുമ്പിലങ്ങെന്തിനു വെറുതെ പതിച്ചു വെച്ചു, കോസല രാജകുമാര. എന്നെ ഈ ഞാനായി ജ്വലിപ്പിച്ചുണർത്തിയോരഗ്നിയെ പോലും അവിശ്വസിച്ചെങ്കിലും കോസല രാജകുമാര, രാജകുമാര, എന്നും അസങ്കൽപ്പ പാദപത്മങ്ങളിൽ തല ചായ്ച്ചു വെച്ചേ ഉറങ്ങിയുള്ളൂ, സീത ഉറങ്ങിയുള്ളൂ. പിടയ്ക്കുന്നു പ്രാണൻ, വിതുമ്പുന്നു ശോകാന്തരാമായണം, ദിഗന്ധങ്ങളിൽ മയങ്ങുന്നിതാശാപാശങ്ങൾ, അധർമ്മം നടുങ്ങുന്നു മാർത്താണ്ഡ പൗരുഷം, രാമശിലയായി കറുത്തുവോ കൽപ്പാന്തവാരിയിൽ. അമ്മേ സർവം സഹയാ അമ്മേ.
രത്നഗർഭയാം അമ്മേ ത്രേതായുഗത്തിൻ്റെ കണ്ണുനീർമുത്തിനെ നെഞ്ചോടു ചേർത്തു ഉണർന്നെടുപ്പൂ സുമുഹൂർത്തമായി സ്വസ്തി സ്വസ്തി സ്വസ്തി. തദനും ധനും ധനും തദനും തും തനും ആനും തും തനും താനും ധനും ധനും ദദാനും ധനും ധനും ദദയ ആനും തും തനും ആനും തും തനും ആനും തനും തും തദയ ആനും തനും തും തദയ ആനും തും ആനും തും വല്ലാത്തൊരു സന്തോഷം തിരുമേനിയുടെ ഈ വേദിയിൽ ഇങ്ങനൊരു അവസരം ലഭിച്ചതിന് ഒരുപാട് സന്തോഷം. ശരത്തേട്ടൻ മഹാജീനിയസ് ഇരിക്കുന്ന വേദിയിൽ അല്ല നമുക്കൊരു കുറേ ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് എൻ്റെയൊക്കെ പേഴ്സണൽ ഭാഗ്യമാണ്. ഇപ്പോൾ ശരത്തേട്ടൻ്റെ കൂടെ ഞങ്ങൾ ഒരു പ്രോഗ്രാം പോയപ്പോൾ രാവിലെ ഞങ്ങളൊരു 6-7 മണിക്കൊക്കെ പിന്നെ എണീക്കുന്ന സമയത്ത് ശരത്തേട്ടൻ പ്രാക്ടീസ് ചെയ്യായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ശരത്തേട്ടൻ ഫുൾ ടൈം പ്രാക്ടീസാണ്. നമ്മൾ ഇതുവരെ കേൾക്കുക പോലും ചെയ്യാത്ത, ഞാൻ ഒരിക്കൽ റൂമിലേക്ക് പോകുന്ന ഏതോ ഒരു രാഗം, അപ്പോൾ എൻ്റെ ചെറുതേട്ടനെ പറഞ്ഞു നീ എന്നെ കണ്ടുപിടിക്കുക. അന്ന് ആ രാഗം എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. എനിക്കും അത് ആ രാഗത്തിൻ്റെ വേറെ തലമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത മേഖലയിലാണ് ചെറുതേട്ടൻ്റെ സാധകം. പിന്നെ നമുക്കറിയാമല്ലോ. അതുപോലെ തിരുമേനിയെ പറ്റി പറയുമ്പോൾ നമുക്ക് അത്ഭുതം, എനിക്ക് എൻ്റെ ഒരു അത്ഭുതം പറയാം. കുറച്ച് കാലം മുന്നേ ഈ ഖുറാൻ വായിക്കുകയാണ് ഞാൻ. ഖുറാൻ വായിച്ചു തുടങ്ങാം. അപ്പോൾ തിരുമേനി പിന്നെ പൂജാരിയാണ്, ഒരുപാട് അറിവുള്ള ആളാണ്, ഒരുപാട് നമ്മുടെ പുരാണങ്ങളൊക്കെ അറിയാം. അപ്പോൾ ചില സംശയങ്ങളൊക്കെ ഞാൻ വേറെ ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ്റെ അടുത്തൊന്നും ചോദിച്ചില്ല, തിരുമേനിയുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അതിനും കൃത്യമായ വിശദീകരണമാണ് തരുന്നത്, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. അപ്പോൾ അത്തരത്തിലുള്ള വലിയ മഹാന്മാർ. പിന്നെ ഷാൻജി പറയണ്ടല്ലോ, ഒന്നും പറയണ്ട. പിന്നെ ഹരി, നമ്മുടെ സ്വന്തം അനിയൻ, ഈ കാലഘട്ടത്തിൻ്റെ ത്രസിപ്പിക്കുന്ന ജ്വരം. ഒന്നും പറയണ്ട, ഹരി ഇപ്പോഴത്തെ യുവജനങ്ങളെ ത്രസിപ്പിക്കുന്ന. അല്ല, ഷാൻജിയുടെ അടുത്ത് പറയണ്ടെന്ന് പറയാൻ കാര്യം അറിയോ? ഷാൻജിയുടെ അടുത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ ×20 ആയി ഇങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പൊ എന്തിനാ പറഞ്ഞ വടി കൊടുത്ത് അടി വാങ്ങുന്നത്? അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നത്. ഓക്കെ, താങ്ക് യു രൂപേഷ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഷാനിക്ക, ഹരിച്ചേട്ടാ, നമ്മളിപ്പോ ലാസ്റ്റ് നമ്മുടെ ഫസ്റ്റ് എലിമിനേഷൻ കഴിഞ്ഞപ്പോ നമ്മൾ ആ ഉക്കുലേലെ നമ്മുടെ വൈഗ കുട്ടിക്ക് കൊടുത്തു വിട്ടു. അപ്പൊ നമ്മൾ പുതിയത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ തിരുമേനി ഇവിടെ ഇരിക്കുമ്പോ പോവാണ്. അപ്പൊ നമ്മൾ എന്തായാലും തിരുമേനിയുടെ ഒരു സിഗ്നേച്ചർ ഇടിക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പൊ ഞാനത് എടുത്തിട്ട് അങ്ങോട്ട് വരാം. വളരെ വളരെ സന്തോഷത്തോടെയാണ് പോകുന്നത്.